അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദർ ഒരു അതിജീവനത്തിൻ്റെ ചരിത്രമായിരുന്നു. ഒരു ആശയം ഉൾക്കൊണ്ടവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ പൊറുതിമുട്ടി യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്ന ഒരു കൂട്ടം മുഅ്മിനീങ്ങളുടെ ത്യാഗപൂർണമായ ഒരു ചരിത്രമായിരുന്നു ബദർ എന്ന് പറയുന്നത്. സത്യം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് ഒരാശയം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ മുഴുവൻ ജനങ്ങളാലും പിന്തിരിപ്പിക്കപ്പെട്ട ഒരു സമൂഹം എല്ലാ എതിർപ്പുകളും അക്രമങ്ങളും സഹിക്കുകയും സഹികെട്ടപ്പോൾ അവസാനം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ അല്ലാഹുവിനാൽ ഓർഡർ ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവം, മഹത്തായ ബദർ അഥവാ സൗകര്യങ്ങൾ ഏതുമില്ലാതെ, സഹായങ്ങൾ ഏതുമില്ലാതെ, യുദ്ധസാമഗ്രികളും വാഹനങ്ങളും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുമെല്ലാം പരിമിതമാണെന്നിരിക്കെ തന്നെ ഏകനായ അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഉറ്റവരെയും ഉടയവരെയും ഉമ്മമാരെയും ഉപ്പമാരെയും ഭാര്യമാരെയും ഗർഭിണികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയുമെല്ലാം വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് ഞാൻ പുൽകിയ ഒരു ആശയത്തിൻ്റെ പേരിൽ ഇന്ന് ഇവിടെ ഇത്രയും ഗതികെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, ഇതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്ന ചിന്തയിൽ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിയവരാണ് ബദരീങ്ങൾ. ബദറിലേക്ക് പുറപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. സർവവും അല്ലാഹുവിൽ സമർപ്പിച്ച് അല്ലാഹുവല്ലാത്ത ഒരു ലക്ഷ്യവും മുമ്പിലില്ലാതെ അല്ലാഹുവിന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയവരുടെ അവസ്ഥ, ഒരു വാഹനത്തിൽ രണ്ടുപേർ, വാഹനത്തിൽ കയറിയ ആൾ കുറച്ചകലം കഴിയുമ്പോൾ നടക്കുന്ന ആൾ വാഹനത്തിൽ കയറുന്നു, ഈ കയറിയ ആൾ വീണ്ടും ഇറങ്ങുന്നു, നടന്ന ആൾ വാഹനത്തിൽ കയറുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിലേക്ക് സ്വഹാബാക്കൾ എത്തുന്നത്. അതേസമയം മുശ്രിക്കീങ്ങൾ എത്തുന്ന ഒരു സമയത്തെക്കുറിച്ചും ചരിത്രം പറയുന്നുണ്ട്. കൊട്ടിയാഘോഷിച്ച് വരുന്ന വഴിയിലെ മരങ്ങളെയും സ്ഥലങ്ങളെയുമെല്ലാം വളരെ ഭീതിജനകമാക്കി ഒരു സമ്മേളന പ്രതീതിയോടുകൂടെ ആവേശത്തോടുകൂടെയും ആരവങ്ങളോടുകൂടെയുമാണ് അവർ കടന്നു വരുന്നത്. ദുഃഖിക്കാനില്ല, അല്ലെങ്കിൽ വേദനകളില്ല. മസ്ത് പിടിപ്പിക്കുന്ന സാധനങ്ങൾ അവരുടെ കൈകളിലുണ്ട്. അവരെ രഞ്ജിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നൃത്തം ചെയ്യാനും നർത്തകിമാരും സ്ത്രീകളും അവരെ കൂടെയുണ്ട്. വഴിയിൽ കാണുന്നത് ഏതും അവർക്ക് വളരെ പരിഹാസത്തോടുകൂടെ നേരിടുകയും അഹംഭാവത്തോടുകൂടെ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സംഘം. ബദറിന്റെ തലേ ദിവസം നബിതങ്ങൾ അവിടത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരീഷ് എന്ന് പറയുന്ന ഒരു ചെറു തണലിൽ ഇരുന്നു കൊണ്ട് നബിതങ്ങൾ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബത്തൽ യൗം ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഈ സംഘത്തെ എങ്ങാനും നീ തകർത്തു കളഞ്ഞാൽ ഇനിമേലിൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടാൻ പോകുന്നില്ല. അത്രമേൽ സങ്കടത്തിലും പ്രയാസത്തിലുമാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മുശ്രിക്കീങ്ങളിലേക്കും മുസ്ലിമീങ്ങളിലെ സംഘങ്ങളിലേക്കും നബിതങ്ങൾ ഇങ്ങനെ മാറി മാറി നോക്കും. അക്കല്ലുൽ ഖലീൽ, തുലോം തുച്ഛമായ ഈ ഒരു മുസ്ലിമീങ്ങളുടെ സംഘത്തിലേക്ക് നബിതങ്ങൾ നോക്കിയിട്ട് വീണ്ടും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും.
അള്ളാഹുവേ, ഈ ഒരു സമുദായമാണല്ലോ ഇത്രയും വരുന്ന ആളുകളോട് ഏറ്റുമുട്ടാനുള്ളത്. അങ്ങനെ അള്ളാഹുവിനോടായി രാത്രികളിൽ കരഞ്ഞുകൊണ്ട് സഹായം തേടി. ഈ സമയത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഓ നബിയെ, നിങ്ങൾ കേണപേക്ഷിച്ച് അള്ളാഹുവിനോട് സഹായം തേടിയ സമയമുണ്ട്, സഹായം ചോദിച്ച സമയമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു കൂട്ടം കൂട്ടമായി വഴിയെ വന്നുകൊണ്ടിരിക്കുന്ന, വാനലോകത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മലായികത്തിങ്ങളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചൊരു രംഗമുണ്ട് എന്ന് അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായൊത്ത് നബി തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത അള്ളാഹു ആ സഹായം നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോടായി പറയുന്നുണ്ട്. യുദ്ധത്തിനിടയിൽ വെച്ച് നോക്കൂ നിങ്ങൾ, നാളെ നേരം പുലർന്നാൽ ഈ രണ്ടു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ബദറിന്റെ താഴ്വാരങ്ങളിൽ ഈ രണ്ടു കക്ഷികളും തമ്മിൽ പരസ്പരം പോർക്കളത്തിൽ അടരാടാൻ പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, യുദ്ധം തുടങ്ങി, ഞാൻ അല്പമെല്ലാം യുദ്ധം ചെയ്തു. ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി നോക്കും, നബി തങ്ങൾ സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് നബി തങ്ങൾ ദുആ ഇരക്കുകയാണ്. വീണ്ടും അലി റളിയല്ലാഹു അൻഹു പോർക്കളത്തിലേക്ക് മടങ്ങിച്ചെന്ന് അല്പം യുദ്ധം ചെയ്ത് നബി തങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരുന്നു. നബി തങ്ങൾ സുജൂദിലാണ്. അവിടുന്ന് വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന മന്ത്രമാണ്. വീണ്ടും അലി റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ പോവുകയും തിരിച്ചു വരികയും അങ്ങനെ നബി തങ്ങളെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. നബി തങ്ങൾ ഈ യുദ്ധം കഴിയും വരെ, മലക്കുകൾ ഇറങ്ങും വരെ, ജിബ്രീൽ അലൈഹിസ്സലാം തലപ്പാവ് ധരിച്ചുകൊണ്ട് വാനലോകത്തിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് സഹായത്തിനു വേണ്ടി ഇറങ്ങുന്നത് വരെ നബി തങ്ങൾ അങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗം ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ബദർ നൽകുന്ന സന്ദേശം എന്താണ്? നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ ലോകത്ത് വിജയിച്ചിട്ടേയുള്ളൂ. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർ അത് നേടിയെടുത്തിട്ടേ ഉള്ളൂ. ഒരു പ്രതിസന്ധിയിലും ഒരു പ്രയാസങ്ങളും വകവെക്കാതെ അതെല്ലാം തരണം ചെയ്ത്, ഒന്നുമില്ലെങ്കിലും, ശേഷിയില്ലെങ്കിലും, സമ്പത്തില്ലെങ്കിലും, ആയുധബലമില്ലെങ്കിലും എല്ലാം റബ്ബാകുന്ന അല്ലാഹുവിൽ സമർപ്പിച്ചാൽ എല്ലാ സങ്കടങ്ങൾക്കും മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു കാണിച്ചു തരുമെന്ന പാഠം നമുക്ക് ഇതിലുണ്ട്. ഇനിയും ഒരു മുസൽമാനെ സംബന്ധിച്ച് ബദറിലേറെ പാഠങ്ങളുണ്ട്. നമുക്ക് പ്രയാസകരമായി തോന്നുന്ന ഏതു ഘട്ടങ്ങളിലും അല്ലാഹുവിനോടായി നമുക്ക് കെഞ്ചാനും ഇരക്കുവാനും കരഞ്ഞുകൊണ്ട് അവന്റെ ദർബാറിൽ ചെന്നുകൊണ്ട് നമുക്ക് മനമുരുകാനുമുള്ള മനസ്സുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് എത്ര സാധിക്കാത്ത വിഷയമാണെങ്കിലും അതിന് റബ്ബിന്റെ വക്കലിൽ നിന്നുള്ള സഹായമുണ്ട് എന്നുള്ള സന്ദേശമാണ് ബദരീങ്ങളാകുന്ന പാവപ്പെട്ടവരാകുന്ന സമ്പത്ത് കൊണ്ടും അംഗബലം കൊണ്ടും ആയുധശേഷി കൊണ്ടും എല്ലാം പരിമിതരായിരുന്ന ഈ ഒരു സംഘത്തെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഓർക്കപ്പെടുന്ന രൂപത്തിൽ വാനോളം ഉയർത്തിയത്. ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് എല്ലാം പൊറുത്തു തന്നിരിക്കുന്നു. ഇഫ്അലു മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക. എപ്പോഴാണ് നാം ഒരാളോട് നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തു കൊള്ളൂ എന്ന് പറയുക? അത്രയും വിശ്വാസമാണ് അവരെ. അവർ നമുക്ക് തൃപ്തികരമല്ലാത്ത ഒന്നും ചെയ്യുന്നില്ല. ആ രൂപത്തിലെത്തുമ്പോൾ നാം കൊടുക്കുന്ന ഒരു പെർമിഷനാണത്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് അവർക്കുദ്ദേശിക്കുന്നത് അവർക്ക് ചെയ്യാമെന്ന പെർമിറ്റ് നൽകപ്പെട്ട ഒരു വിഭാഗം. ഒരു വലിയും ഈ നാമം ഉച്ചരിച്ചിട്ടല്ലാതെ ഔലിയാന്റെ സ്ഥാനത്ത് വലിയന്റെ പദവിയിലെത്തിയിട്ടില്ല. അത്രയും മഹത്തരമായ പദവിയിലേക്ക് അവരുടെ നാമങ്ങൾക്ക് വരെ ശ്രേഷ്ഠത കിട്ടാൻ കാരണമായ ഒരു ദിവസമാണ് ബദർ എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏതേത് ആപൽഘട്ടങ്ങൾ വരുമ്പോഴും നാം മുൻനിർത്തുകയും തവസ്സുൽ ചെയ്യുകയും ചെയ്യേണ്ടത് ബദരീങ്ങളെ കൊണ്ടാണ്.
ബദറിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ശത്രു എത്ര വലിയവനായാലും ഞാൻ ഇതിനിറങ്ങിയിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. എൻ്റെ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ്, സത്യമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് അതെത്ര വൈകിട്ടാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു വിജയത്തിൻ്റെ ചരിത്രമേ ഉള്ളൂ എന്ന് ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വരും നാളുകളിൽ റമദാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ് ബദറിന്റെ താഴ്വാരം ഈ യുദ്ധത്തിന് സാക്ഷിയായത്. റമദാൻ 17 മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ബദരീങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും ഹുബ്ബും അവരോടുള്ള ആദരവും അണപൊട്ടിയൊഴുകുന്ന സമയമാണ്. ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, ആ നാമങ്ങൾ നാവിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. നബി തങ്ങളെ ലീഡറായിട്ടുള്ള ഈ ബദരീങ്ങളുടെ ബദറിന്റെ സംഘം അസ്ഹാബു ബദർ, ഇവരെ മുൻനിർത്തി നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനാവണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ. ബദറിനെയും ബദർ നൽകുന്ന മറ്റൊരു പാഠം കൂടെ പങ്കുവച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സത്യം പുൽകിയതിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന വർഗം, അവർ എത്ര പാവപ്പെട്ടവരായാലും അധസ്ഥിതരായാലും ഒരു നാൾ അവർ സർവശക്തരായി തിരിച്ചു വരാൻ അവർക്ക് സാധിക്കും. സർവ വിജയങ്ങളും കൊണ്ടാടുവാനും അവർക്ക് സാധിക്കും. ഇത് ബദറിലൂടെ നാം പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്. ആയതുകൊണ്ട് ഈ റമദാൻ കാലത്ത് ദുരിതമനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതക്കൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അവൻ്റെ മുഴുവൻ സഹായങ്ങളും ഫലസ്തീൻ ജനതയുടെ മേൽ വർഷിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.